ഇന്ത്യൻ ഫുട്ബോളിന് ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയാത്ത കരുത്തനായൊരു പ്ലെയറാണ് ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയുടെ സാന്നിധ്യം തന്നെ ടീമിലെ ബാക്കിയുള്ള എല്ലാ സഹതാരങ്ങൾക്കും വലിയൊരു പ്രചോദനമാണ്. കാരണം അന്താരാഷ്ട്ര ഫുട്ബോളിൽ അദ്ദേഹം തന്റെ കരുത്ത് തെളിയിച്ചു. ഏകദേശം 90-ലധികം ഗോളുകൾ നേടിക്കൊണ്ട് താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഒഴിച്ചുകൂടുവാൻ കഴിയാത്തൊരു ഘടകമായിരുന്നു എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഛേത്രിക്ക് പ്രായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 40-നോട് അടുക്കുകയാണ്. ഇനിയുള്ള ചർച്ചകൾ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റന്റെ വിരമിക്കൽ എപ്പോഴായിരിക്കും നടക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ആ ചോദ്യം ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന മാധ്യമം ഇന്ത്യൻ കോച്ചായിരിക്കുന്ന ഇഗോർ സ്റ്റിമാച്ചിനോട് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോൾ പഴയ കാലത്തിൽ നിന്നൊക്കെ ഏറെ മെച്ചപ്പെട്ട് മുൻപോട്ട് പോയിരിക്കുന്നു. വളരെ പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഒരു നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ എത്തിയിരിക്കുകയാണ്. ഇത്തരുണത്തിൽ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഏഷ്യൻ കപ്പോടുകൂടി വിരമിക്കുമോ അതോ ഏഷ്യൻ കപ്പ് കഴിഞ്ഞും അദ്ദേഹം കളിക്കും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കാമോ എന്നുള്ളതായിരുന്നു. അതിന് കോച്ച് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: അദ്ദേഹത്തിന്റെ മുൻപിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏകദേശം 80ഓളം ഗോളുകൾ അടിച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു ലക്ഷ്യം ഞാൻ വെച്ചു കൊടുത്തിരുന്നു. അത് 100 ഗോളുകൾ തികയ്ക്കാതൊരിക്കലും ഫുട്ബോളിൽ നിന്നും വിരമിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹം അന്ന് അംഗീകരിക്കുകയും ചെയ്തു. ഏകദേശം 80ഓളം ഗോളുകൾ അടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അതെങ്കിൽ ഇപ്പോൾ 100-ലെത്തുവാൻ ഇനി അധികം മുൻപോട്ട് പോകേണ്ടതില്ല. 90 കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, സുനിൽ ഛേത്രി എന്ന മഹത്തായ താരത്തിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോൾ വളരെയധികം കാര്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കരുത്തും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം വിരമിക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഛേത്രി ശ്രദ്ധിക്കുന്നില്ല. കളിയിൽ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധിച്ചു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നിൽ നിന്നും ഇനിയും അത്ഭുതകരമായ പല മുന്നേറ്റങ്ങളും അസാധാരണമായ പല പ്രകടനങ്ങളും നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നും കോച്ച് ഇഗോർ സ്റ്റിമാച്ച് കൂട്ടിച്ചേർത്തു. എന്തായാലും ടീമിന്റെ ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും ഏഷ്യ കപ്പിലാണ്. ആദ്യത്തെ കളി തന്നെ കഠിനമാണ്. ഫിഫ റാങ്കിങ്ങിൽ ഏറെ മുൻപിൽ നിൽക്കുന്ന ഓസ്ട്രേലിയയുമായിട്ടായിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച് നടക്കുക. അത് വിജയിക്കുക എന്നുള്ളത് കഠിനമേറിയ ഒരു കാര്യമാണെങ്കിലും മാക്സിമം പോരാടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഏഷ്യ കപ്പിലേക്ക് ഇന്ത്യ കാൽച്ചുവടുകൾ വെക്കുന്നത്. ടീം ഇന്ത്യക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.